ബിന്നി ബോധം കെട്ട് വീഴുന്നു. രണ്ട് സ്വേച്ഛാധിപതികൾ ഈ ആഴ്ച ബിഗ് ബോസ് ഭരിക്കും. ബിഗ് ബോസിൽ വീണ്ടും കൈരിമോഷണം. നമസ്കാരം. ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ചുരുക്കി എന്ന് പറയുകയാണ്. ഇന്ന് 2-3 കാര്യങ്ങളാണ്, രണ്ട് സ്വേച്ഛാധിപതികളാണ് ഈ ആഴ്ച ഭരിക്കുന്നതെന്നുള്ളതാണ് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു കാര്യമുണ്ട്. രണ്ടാമത് ഒരു തൈര്മോഷണത്തെ ചൊല്ലി അവിടെ യോഗട്ട് കൊണ്ടുവച്ചത് അക്ബർ ഷാനവാസ്, അനീഷും ആര്യനും ഒക്കെ ഉള്ളത് ഒരു ക്ലാഷ് അവിടെ നടക്കുന്നത്. മൂന്നാമത്തേത് ബിന്നി ബോധം കെട്ട് വീഴുന്നു. ബിന്നി ബോധം കെട്ട് വീഴുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലത്തെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ബിന്നി, അപ്പാനിയും ശൈത്യയും കൂടെ ഉള്ളതാണ്. ഈ ശൈത്യൊക്കെ പുറത്തു പോകുമെന്ന് പറഞ്ഞാണ് വീണ്ടും എങ്ങനെയൊക്കെയോ അവര് ബിഗ് ബോസ് ഇതിന്റെ താല്പര്യമുണ്ട്, ബിഗ് ബോസ് കുറച്ചുകൂടെ നിർത്തണമെന്നുള്ള. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഏകദേശം പബ്ലിക്കിന്റെ ഒരു വോട്ടിംഗ് സപ്പോർട്ട് കാണും. പബ്ലിക്കിന്റെ ഒരു മെസ്സേജ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ശൈത്യ പോകുവാൻ അകത്ത് നിൽക്കുവാൻ ഒരു യോഗ്യതയും കാണുന്നില്ല. പിന്നെ എന്തിനു നിർത്തി എന്നുള്ളത് ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ നിർത്താനായിരിക്കും ശ്രമം തോന്നും. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആവറേജ് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. പക്ഷെ ഇതിനകത്തിലെ പരാജയം വന്ന ക്യാപ്റ്റൻസിയില് ഏറ്റവും പരാജയം വന്നത് ആര്യന്റെ ആണ്. നമ്മളെല്ലാം കരുതിയ മാതിരി അനീഷിന്റെ അല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും വെയിലത്ത് നിന്നതിന്റെ പുറത്ത് ഒരു ഡീഹൈഡ്രേഷൻ ഒക്കെ ആയിരിക്കാം, വെയിലത്തുള്ള ടാസ്ക് ആയിരുന്നു എന്നായിരിക്കാം. എന്തായാലും ശരി, ലിവിംഗ് റൂമിന്റെ ആ ഭാഗത്താണെന്ന് തോന്നുന്നു. ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബിന്നി ഡോക്ടറോടാണെന്ന്. അപ്പം എന്തായാലും ശരി, വീഴുന്ന സമയത്ത് അപ്പാനി തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും വഴുതി വീഴുകയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ആ സമയം കഴിഞ്ഞപ്പോൾ ബിന്നിക്ക് നോർമലായി. എല്ലാവരും വന്ന് സമാധാനിപ്പിക്കുന്നു, എന്താ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ബിഗ് ബോസ് പറയുന്നത് കൺഫെഷൻ റൂമിലേക്ക് വാ, സംസാരിക്കാമെന്ന് പറഞ്ഞ് ബിന്നിയെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഇന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. ബിന്നിക്ക് എന്താണ് അതിന്റെ പ്രഷറും എല്ലാം കുറഞ്ഞതാണോ, അത് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് 2 സ്വേച്ഛാധിപതികളെ തെരഞ്ഞെടുക്കുന്ന മത്സരമാണ്. ഒരു ഡിബേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോണ്ടസ്റ്റ് വെച്ചിട്ടുള്ള ഡിബേറ്റിലൂടെ 6 പേരെ നന്നായി സംസാരിച്ച 6 പേര് തെരഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. അതിനും ആദ്യം തന്നെ അനീഷൊക്കെ കയറി നിന്നെന്നുള്ളതാണ്. അനീഷ് എവിടെയും ഒന്നാമൻ എന്നുള്ള ഒരു ഞാൻ ഒന്നാമൻ, ഞാൻ ക്യാപ്റ്റൻസിൽ ഒന്നാമൻ, ഞാൻ ടാസ്കിൽ ഒന്നാമൻ എന്നുള്ള ഒരു കാര്യത്തിലാണ് പുള്ളി ഇടിച്ചു കയറി നിൽക്കുന്നത്. അത് പലപ്പോഴും കണ്ടസ്റ്റൻസിലും പബ്ലിക്കിലും ചില ഇറിറ്റേഷൻസ് ഒക്കെ വന്നാൽ ശരി, പുള്ളി ബിഗ് ബോസിന്റെ ലെവലില് ഒരു നല്ലൊരു മെറിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതിനകത്ത് ഇപ്പം 6 പേര് വന്നിട്ട് ഈ 6 പേരുടെ സെക്കൻഡ് ഒരു ഡിബേറ്റ് കൊണ്ട് സെലക്ട് ചെയ്യുന്നതല്ല, ഡിബേറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 6 പേരിൽ വെച്ചിട്ട് സെക്കൻഡ് ഒരു മത്സരം വരും. ആ മത്സരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വേച്ഛാധിപതികളെ തെരഞ്ഞെടുക്കുക, 2 സ്വേച്ഛാധിപതികൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ അപ്പാനി ചേർത്തൊക്കെ ഈ ക്യാപ്റ്റൻ ആയപ്പോൾ ഇതൊരു ഡമ്മി ക്യാപ്റ്റനായി വരും ഇപ്രാവശ്യം. എനിക്ക് തോന്നുന്നു ആര്യന്റെ ഈ പ്രവൃത്തി കൊണ്ടാണോ എനിക്ക് അറിയത്തില്ല. ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ സീസൺ കംപ്ലീറ്റ് ഒരു ചേഞ്ച് ആണ് പ്രതീക്ഷിക്കുന്ന. ഒരു പാറ്റേണിൽ അങ്ങനെ ഒരു ഫോർമാറ്റ് ഒന്നും അല്ല ഈ പ്രാവശ്യം ചെയ്യുന്നത്. വ്യത്യസ്തമായ രീതിയിലേക്ക് ബിഗ് ബോസ് ഓരോ കാര്യങ്ങളും ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പ്രേക്ഷകർക്കോ അതിൽ കിടക്കുന്ന കണ്ടസ്റ്റൻസിനോ ഒരു കാരണവശാലും ഇന്നതുപോലെ ബിഗ് ബോസ് ഇന്നപോലെ റൺ ചെയ്യും എന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റി. പിന്നെ ഇന്നലത്തെ ആര്യന്റെ വിഷയം, ആര്യൻ ശരിക്കും വെറും ഇതാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും കേരളത്തിനല്ല ഇന്ത്യയുടെ മഹാനടനാണ് ഈ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരം ഒരു നടനായ ലാലേട്ടന്റെ അടുത്ത് ആ മുട്ട ഇവൻ മുട്ട അടിക്കാതിരുന്നതാണ് മുട്ട തൊപ്പി വെപ്പിക്കുന്നതിന് കാരണം. അപ്പൊ ആ ഒരു ഇതില് തൊപ്പി വെക്കാൻ പറയുമ്പോഴത്തേക്ക് ഇത് കുളിക്കുമ്പോൾ വരണം. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, വേണ്ട, കുളിക്കുമ്പോ നിങ്ങളൊരു ക്യാരക്ടർ രീതിയിൽ ശേഷം വെച്ചാൽ മതി എന്ന് പറഞ്ഞുണ്ട്. ഇപ്പൊ ചോദിക്കുന്നത് ഉറങ്ങുമ്പോ നിൽക്കണമെന്ന്, അങ്ങനെ കണ്ട് ചോദിക്കുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു എന്നെ ആക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ലാലേട്ടൻ എന്നല്ല ആരാലും ഈ സ്ഥാനത്ത് വേറെ ഹിന്ദി ബിഗ് ബോസിലാണെങ്കിൽ സൽമാൻ ഖാന്റെ ഒക്കെ ബിഗ് ബോസ് ആയിരുന്നെങ്കിൽ
ചവിട്ടി പുറത്താക്കിയതിന്. ആര്യനല്ല ആരായാലും ഇപ്പൊ വീട്ടിൽ പോയിരുന്നതിന്. പക്ഷെ ഇവിടെ ലാലേട്ടൻ എന്ന മഹാനടൻ എത്ര ഉയരങ്ങളിൽ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ആ എളിമ നമുക്ക് മനസ്സിലാക്കും. പിന്നെ എല്ലാ ദിവസവും പറഞ്ഞോളാം അടിപൊളി ഒരു മഞ്ഞ ഡ്രസ്സ്, അത് ഫ്ലവർ, ഇതൊക്കെ എന്താ അടിപൊളി ഡ്രസ്സ് ലാലേട്ടാ, എവിടുന്ന് വാങ്ങിക്കുന്ന കൂടെ പബ്ലിക്കിനോടൊന്ന് പറഞ്ഞ ഇത് വാങ്ങിക്കുമായിരുന്നു. കുറെ നല്ല ഷർട്ട് ഇട്ടാണ് ഓരോ ആഴ്ചയും വരുന്നത്. ഇപ്രാവശ്യം ആ ലാലേട്ടന്റെ ഡ്രസ്സാണ് ബിഗ് ബോസിലെ മറ്റൊരു ചർച്ചാ വിഷയം. എന്തായാലും ശരി, അക്ബറിനെ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. പബ്ലിക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശരിക്ക് ആര്യനെ അങ്ങ് ചെയ്യുവാണ്. കാര്യം ഇത്രയൊരു മഹാനടൻ. കാര്യം ആ ചോദിക്കുമ്പം ആര്യന്റെ മുഖത്തെ ഇത് സംശയമല്ല, ലാലേട്ടൻ അത് കൃത്യമായി ലാലേട്ടൻ പറഞ്ഞു ഇതിന്റെയൊക്കെ അപ്പുറത്തെ പണി പഠിച്ചിട്ട് ഇത് കഴിഞ്ഞാണ് ഞാൻ ഈ കളത്തിൽ ഇറങ്ങുന്നത്, ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഫേസ് എക്സ്പ്രഷൻ മാത്രമാണ്. ചിരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഇത് ഉറങ്ങുമ്പോ വെക്കാൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞാണ്. ഇവൻ വളരെ ഒരു വൈകാരികമായ ഒരു ഇതിന് ദേഷ്യം കൂടെ ഉൾപ്പെടുത്തിയുള്ള ആ മുഖഭാവത്തിലാണ് ലാലേട്ടൻ മനസ്സിലാക്കിയത്. അത് കാണികൾക്ക് മനസ്സിലാക്കി കാണും. അതുപോലെ തന്നെ പിന്നെ കിച്ചണില് ഡൈനിങ്ങിൽ വന്നിരിക്കുന്ന സമയത്തൊങ്ങാണ്ട് മുട്ട എന്നും പറഞ്ഞ് ഇവനിങ്ങനെ ഏതാണ്ട് എടുത്ത് എറിയുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇവന്റെ ഒരു റിഫ്ലക്ഷനാണ് ലാലേട്ടനെതിരെയുള്ളത്. ഇവൻ ലാലേട്ടൻ അവിടെ നിന്ന് പറയുകയാണ്, ഇവനെ എതിരെ ശരിക്കും ഒരു ഇത് പറയുകയാണെങ്കിൽ ഇവന്റെ ഈ ഫിലിം ഈ ലൈഫേ ചിലപ്പോ പോവും. ലാലേട്ടൻ അതുപോലൊരു ഇവനെ പറയുകയാണെങ്കിൽ ഇവന്റെ ലൈഫേ ഇന്ന് തീർന്നേനെ. പക്ഷെ ലാലേട്ടൻ അത്രയും ഒരു കലാകാരൻ എന്ന നിലയിൽ മറ്റൊരു കലാകാരന്റെ ഫ്യൂച്ചർ അവിടെ നിലനിർത്തി എന്നുള്ളത് വലിയ ഒരു മിക്സലോടെ ലാലേട്ടൻ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ രേണു ചേച്ചി ഉറങ്ങുക എന്നല്ല പറഞ്ഞ് വീട്ടിലിങ്ങനെ കിടക്കും. കാര്യം ഇത് തന്നെ പരിപാടി. ആദ്യം മുതലേ ഇന്നത്തെ കരച്ചിലിന്റെ ഒരു മുസ്ഥാനമായി വന്നിട്ടുള്ള അനുമോളും രേണുസുതിയൊക്കെയാണ്. രേണുസുതിയുടെ പ്രയാസം കണ്ടിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച പറഞ്ഞു, ബിഗ് ബോസ് ഞാൻ നന്നായി കളിക്കുന്നു, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ കുറച്ചുകൂടെ നിൽക്കാം. പിന്നെ കീറത്തപ്പനെയും പിന്നെ കിച്ചുവിന്റെ കാര്യം ഓർത്തിട്ടാണ്. പിന്നെ ഞാൻ സുധിച്ചേട്ടനെ അവിടെ ഏൽപ്പിച്ചിട്ടാ വന്നേ. സുധിച്ചേട്ടനും ബിഗ് ബോസിനകത്തുണ്ടെന്നും പറഞ്ഞ കൈയും കപ്പൊക്കെയാ വന്ന് കയറി. ഇപ്പൊ പറയുന്നു പിന്നെ സുധിച്ചേട്ടനെ അവിടെ നിർത്തിയിട്ടാ വന്നേക്കുന്നത് പിള്ളേർ നോക്കായിരുന്നു. എന്തൊക്കെയാണോ പറഞ്ഞു എനിക്കറിയത്തില്ല, മാനസികാവസ്ഥ പോകാൻ തോന്നുന്നു. എന്തായാലും ശരി, പിന്നെ സുധിച്ചേട്ടനാണ് എല്ലാം. നമുക്കൊന്നും അതിനൊന്നും എതിര് പറയാനില്ല. ഭർത്താവ് ആരും ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഒത്തിരി അപവാദങ്ങൾ ഒടുവിൽ ഇവിടെ ഈ രേണുസുതി ഭാഗം പുള്ളി ചെയ്തിട്ടുണ്ടെ പോലും മറന്ന കാര്യങ്ങളെല്ലാം കുത്തിപ്പൊക്കിയ രേണുസുതിയുടെ ഒറ്റ ഇതുകൊണ്ട് ഭർത്താവിന്റെ പേരുദോഷം ഉണ്ടാക്കിയതും മരണശേഷം കൊല്ലസുതിയുടെ രേണുസുതിയുടെ പ്രവൃത്തികൾ മൂലമാണ് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും ശരി, അവരുടെ ഭർത്താവിന്റെ ആ ഒരു വിശ്വാസം നല്ല തന്നെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മറ്റ് കാര്യം, ഈ അക്ബർ ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അനീഷ് പറയുന്നു എനിക്ക് ഇവിടെ യോഗർട്ട് കിട്ടിയിട്ടില്ല, പിന്നെ സാൻഡ്വിച്ച് കിട്ടിയില്ല. ബിഗ് ബോസ് ഹൗസിലെ കിച്ചണിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണം, കമന്റ് ചെയ്യണേ. കാര്യം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു ദിവസമില്ല. ഇന്ന് ഇവർക്ക് യോഗർട്ട് കിട്ടിയില്ല, സാൻഡ്വിച്ച് കിട്ടില്ല എന്നൊക്കെ പറയുമ്പം ആര്യം ക്യാപ്റ്റൻ ആണല്ലോ ഈ നിമിഷം വരെയുള്ള. ആര്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നത് എനിക്കറിയത്തില്ല, ഞാനത് കണ്ടില്ല എന്നുള്ളത്. ക്യാപ്റ്റൻസിയിലെ പൂർണ്ണ പരാജയമായ ആര്യനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ആര്യൻ ഓടിച്ചു നിന്നിട്ട് ഈ ഉള്ള തൈര് എടുത്ത് വെച്ചിട്ട് പറയുന്നു ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം, ഏണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് എടുത്ത് കഴിച്ചവരുണ്ടല്ലോ, കഴിച്ചവർക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എല്ലാവർക്കും കൊടുക്കും എന്ന് പറയുമ്പോൾ. അപ്പൊ അത് 2 പ്രാവശ്യം അവർക്ക് കിട്ടുകയല്ലേ, കിട്ടാത്തവർക്ക് കൊടുക്കുന്നതല്ലേ ന്യായം എന്നൊക്കെ പറഞ്ഞ് ഈ 2-3 കാര്യങ്ങളാണ് ഇന്നിവിടെ ഇതുവരെ നടന്ന ഒരു ചുരുക്കം കാര്യങ്ങൾ. വലിച്ചു നിന്നിട്ട് പറയുന്നതല്ല, പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഈ ടാസ്ക് ഒക്കെ ഓരോരുത്തർക്ക് കൊടുത്ത സബ്ജക്റ്റുകൾ പറയാം. നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല, ചുരുക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട്, വിലയേറിയ സപ്പോർട്ടിന് നന്ദി, നമസ്കാരം.